അപ്പോ ഈ ട്രോളിംഗ് നിരോധനം ആരംഭിച്ചിരിക്കുന്ന ഈ ഘട്ടത്തില് ട്രോളിംഗ് നിരോധനത്തിന് മുമ്പ് കഴിഞ്ഞുപോയ നമ്മുടെ ഈ മത്സ്യബന്ധന മേഖലയെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം മാർക്കറ്റിൽ പോയപ്പോൾ 4 ചാള 100 രൂപയ്ക്ക് കിട്ടി. മറ്റൊരു സുഹൃത്ത് പറഞ്ഞത് വ്യവസായം ചെയ്യുന്നൊരു സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഈ കയറ്റുമതി ചെയ്യുന്ന എക്സ്പോർട്ടിംഗ് ഐറ്റമായ കണവ ഐറ്റവും കൊഞ്ചും മറ്റും ട്രോളിംഗ് നിരോധനത്തിന് മുമ്പുണ്ടാകുന്ന നല്ലൊരു ക്യാച്ച് ഉണ്ട്. ഈ ക്യാച്ചിനെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 25% മാത്രമാണ് ഈ വർഷം ഇത്തരം സാധനങ്ങൾ കരയ്ക്ക് കൊണ്ടുവന്ന് വിൽക്കുവാൻ ബോട്ടുകാർക്കും വള്ളക്കാർക്കും സാധിച്ചത്. ഇതിനകത്ത് നമ്മുടെ ബോട്ടുകാരായാലും വള്ളക്കാരായാലും സമുദ്ര മത്സ്യ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നില്ലെന്ന് ഒരു പരാതി പറയുമ്പോൾ നമ്മൾ സ്വയം വിമർശനമായി പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഏറെ പ്രധാനപ്പെട്ടത് ഈ അമിതമായി അനധികൃതമായുള്ള മത്സ്യ ബന്ധനം നടത്തുന്നത് നമ്മൾ ആദ്യം അവസാനിപ്പിക്കണം. ഇവരിത് പറയുമ്പോൾ ഇത് അടിസ്ഥാനപരമായി ബോട്ടുകാരെ ബാധിക്കുന്നു, അതിന്റെ തൊഴിലാളികളെയാണ് ബാധിക്കുന്നത്, കൂടാതെ അനുബന്ധ വ്യവസായികളെയും ബാധിക്കും. പക്ഷേ നമ്മളിത് എങ്ങനെയാണ് ഈ മത്സ്യബന്ധനം നടത്തുന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇപ്പോഴത്തെ വള്ളങ്ങളെന്ന് പറയുന്നത് ബോട്ടുകളെ പോലെ നല്ല ഹോസ് പവർ കൂടിയ എഞ്ചിൻ വെച്ച ഇൻബോർഡ് വള്ളങ്ങളുണ്ട്. കിലോമീറ്റർ കണക്കിനാണ് ഇതിന്റെയൊക്കെ ഈ വലകൾ ഇങ്ങനെ നിൽക്കുന്നത്. അതിനകത്ത് കുഞ്ഞുകുട്ടി പരാനങ്ങളടക്കം അവരങ്ങ് തൂത്തുവാരി എടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് വിറ്റ് കാശാക്കുക എന്നുള്ളതാണ് ഒരു രീതി. ഇതുപോലെ തന്നെയാണ് ഈ ഫിഷിംഗ് ബോട്ടുകാർ ഇതെല്ലാം പറയുമ്പോൾ ഈ വള്ളക്കാരും എല്ലാം പറയുമ്പോൾ അവർക്ക് കടലിൽ നിന്ന് എന്തെല്ലാം കരയ്ക്ക് കൊണ്ടുപോകാൻ വില കിട്ടും എന്ന് ഉള്ള എല്ലാ സാധനങ്ങളെയും അവര് കരയ്ക്ക് കൊണ്ടുവരും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിനൊരു ആവാസ വ്യവസ്ഥതയുണ്ട്. ആവാസ വ്യവസ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ ആർക്കും എവിടെയും ജീവിക്കുന്നതിന് ചില കാര്യങ്ങൾ ആവശ്യമാണ്. അതുപോലെ ഈ കടലിൽ വൻ മത്സ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ജീവിക്കണമെങ്കിൽ അവർക്കും അത് കഴിക്കാനുള്ള കൊച്ചു ചെറുമത്സ്യങ്ങളെങ്കിലും ഉണ്ടാവണം. ഇത് ചെറുമത്സ്യത്തെ മുഴുവനും വലിച്ച് കരയ്ക്ക് കൊണ്ടുവന്ന് ഈ ഫിഷ് ഫീഡ് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഇന്ത്യയിലെ പല കമ്പനികളിലേക്ക് ഈ സാധനങ്ങൾ പോയി ഇതിന് കിലോയ്ക്ക് 42 രൂപ 45 രൂപ വരെ വില ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അവസാന റൗണ്ടിൽ ഈ ബോട്ടുകാർ ഇതെല്ലാം കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ വൻ മത്സ്യങ്ങളുടെ ലഭ്യത കുറയും. കാരണം ഈ ചെറുമത്സ്യങ്ങളെ അവർക്ക് കഴിക്കാൻ കിട്ടുന്നില്ല. വൻ മത്സ്യങ്ങള് ഈ ചെറുമത്സ്യങ്ങളുള്ള കടലിലേക്ക് പോകും. അപ്പം നമ്മുടെ ഈ പ്രദേശത്ത് മീൻ കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ എല്ലാവരെയും ബാധിക്കും, ലഭ്യത കുറയും. പിന്നൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ ബൈഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ജപ്പാനിലും മറ്റും കയറ്റുമതി ചെയ്യുന്ന, ചൈനയിലൊക്കെ കയറ്റുമതി ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ബൈഗ, ശംഖ്. ഈ സാധനം നല്ല ഡിമാൻഡ് ആ രാജ്യങ്ങളിൽ. പക്ഷേ ആ സാധനം ഈ വർഷം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ലഭ്യത ഒരു 20% 25% കരയ്ക്ക് വന്നിട്ടുള്ളൂ. കാരണം ഈ ശംഖ് എന്ന് പറയുന്ന സാധനം ഇത് മണ്ണിനടിയിലിരിക്കുന്ന ഒരു സാധനമാണ്. അത് നമ്മുടെ മഴയും മറ്റുമൊക്കെ വരുന്ന കാറ്റും കൂളും ഉണ്ടാവുന്ന ഒരു സമയത്ത് ഏപ്രിൽ മെയ് മാസത്തിൽ ചെറിയ മഴയും കുടുക്കും ഒക്കെ വരുന്ന സമയത്ത് ഇത് മണ്ണിനടിയിൽ നിന്ന് മുകളിലോട്ട് വരുന്നത്. അത് മണ്ണിനടിയിൽ നിന്ന് മുകളിൽ വന്ന് ഇതിന് കഴിക്കാനുള്ള ഒന്നും തന്നെ ഇല്ല. പന്നിപ്പുഴു തുടങ്ങിയ സകല സാധനവും കരയ്ക്ക് കൊണ്ടുവരിക. അപ്പൊ അതിന്റെയും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ചെറുമത്സ്യങ്ങളെ പിടിച്ചു മാറ്റുമ്പോൾ അത് വളർന്ന് വലുതാവണം. അപ്പൊ അത് വളർന്ന് വലുതാകാൻ സമ്മതിക്കാത്തതുകൊണ്ട് അതിനും വംശനാശമുണ്ട്. ഇത് അവസാനമായി ഇത് വന്ന് അവസാനിക്കുന്നത് ഈ ഫിഷിംഗ് ബോട്ടുകാർക്കും അതിന്റെ തൊഴിലാളികൾക്കും അനുബന്ധ വ്യവസായികൾക്കും ഈ വള്ളക്കാർ സഹോദരങ്ങൾക്കും എല്ലാവർക്കുമാണ്. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ആ രീതിയിലുള്ളൊരു ഹാർവസ്റ്റിംഗ് മാത്രമേ നടത്താവുള്ളൂ. അല്ലാതെ വേവുന്ന പുരയ്ക്ക് ഊരുന്ന കഴിക്കോല് ഫ്രീ. ഇപ്പൊ തന്നെ എനിക്കറിയാവുന്ന ചില സുഹൃത്തുക്കളെല്ലാം ഈ പൊടി മത്സ്യം എടുക്കുന്നതിലേക്ക് മാറുക. കാരണം അത് ഈ വില കൂടിയതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ എല്ലാവരും കൊണ്ടുവരുന്നതിന്റെ പേരിലൊക്കെ അത് വലിയ രീതിയിൽ അവർക്ക് വ്യവസായം ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യത തെളിഞ്ഞു വന്നതുകൊണ്ട് അതുകൊണ്ട് ആത്യന്തികമായി നമ്മൾ
പത്രക്കാരൊക്കെ നമ്മളെ കുറിച്ച് നമ്മൾ വറുതിയിലാന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോഴും അതിന്റെ കാരണക്കാര് നമ്മളാണ്, നമ്മൾ മാത്രമാണ്. നമ്മളത് പിടിക്കുമ്പോൾ നമ്മളിത് മനസ്സിലാക്കണം. ഈ ചെറു സാധനങ്ങൾ വളർന്നാണ് വിപുലമാവേണ്ടത്. ഈ ശംഖിന്റെ ചെറിയ സാധനം, കണ്ണുവിരിയാത്ത മുത്തുമണി പോലുള്ള സാധനങ്ങൾ വരെ ബോട്ടുകാർ കരയ്ക്കൊണ്ടുവന്ന് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് കമ്പനിക്കാരെടുക്കാതിരിക്കുന്നതിന്റെ പേരിൽ മാത്രം കായലിലെടുത്ത് തട്ടിക്കളയുന്നു. ഇത് കടലിലെ അങ്ങ് കളയേണ്ട ഒരു സാധനമാണ്. അപ്പൊ നമ്മുടെ ഈ മത്സ്യബന്ധന ബോട്ടിലുള്ളവര് ഇത്തരം ബോധവൽക്കരണങ്ങൾ അവർക്ക് ലഭിക്കാത്തതാണോ, അതോ ലഭിച്ചിട്ട് അവര് ഈ സാമ്പത്തിക ഘടകം മാത്രം നോക്കി ഇതെല്ലാം ചെയ്യുന്നതാണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നല്ല നിലയിൽ ഇതിന് നമ്മള് പ്രതിവിധി കണ്ടെത്തുന്നതിന് വേണ്ടുന്ന സെമിനാറുകളും മറ്റും സംഘടിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ മത്സ്യ വ്യവസായം അത് നിന്നു പോകുന്ന ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും ഈ വ്യവസായത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു കാര്യം നമുക്ക് കണ്ടിന്യൂസ് ചെയ്തു പോകണമെങ്കിൽ അതിന്റെ ലഭ്യത വളരെ അനിവാര്യമാണ്. അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ കൂട്ടായി പ്രവർത്തിക്കണം. അല്ലാതെ നമ്മൾ അതിനെ ഘടകവിരുദ്ധമായ പ്രവർത്തികളിലൂടെ അത് നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നതിന് ആരും കൂട്ടുനിൽക്കരുത്, അതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ.